Hi everyone, this is Jency, nursing instructor at Apex RN Prep. Today we are going to do a quick overview of Addison's disease. Addison's disease is an adrenal gland disorder, specifically adrenal cortex disorder. Where are adrenal glands located? Adrenal gland sits just above the kidneys. നമുക്ക് രണ്ട് കിഡ്നീസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ക്യാപ്പ് പോലെയാണ് അഡ്രീനൽ ഗ്ലാൻഡ്സ് ഇരിക്കുന്നത്. ഇനി ഏതൊക്കെ ഹോർമോൺസ് ആണ് അഡ്രീനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത് നോക്കാം. അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്, ആൻഡ്രോജൻസ് എക്സെട്ര. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള ഹോർമോൺസ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും മിനറലോകോർട്ടിക്കോയിഡ്സുമാണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് അകത്തുള്ള ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. അതിൻ്റെ അതർ നെയിം എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോൺ. ഇറ്റ് ഹെൽപ്സ് ദ ബോഡി റെസ്പോണ്ട് ടു സ്ട്രെസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പട്ടി നമ്മളെ കടിക്കാൻ വരിക, പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ എന്ത് റിലീസ് ചെയ്യും? അഡ്രിനാലിൻ റിലീസ് ചെയ്യും. അഡ്രിനാലിൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് റേസ് ചെയ്യിപ്പിക്കും. ഹാർട്ട് റേറ്റ് റേസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യും? ഷൂട്ടപ്പ് ചെയ്യും. അപ്പം നമ്മുടെ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് എനർജി ബോഡിക്ക് വേണം. എനർജിക്ക് എന്ത് ഫ്യൂലാണ് ബോഡി യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ്. അപ്പോൾ ഈ കോർട്ടിസോള്, സ്ട്രെസ് ഹോർമോണ്, നമ്മുടെ ബോഡിയിൽ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യും. അപ്പോൾ കൂടുതൽ ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യുമ്പോൾ എനർജിക്ക് ആവശ്യമായ ഫ്യൂവൽ കിട്ടും. അപ്പോൾ ആഡ്രിനാലിനും കോർട്ടിസോളും മനസ്സിലായല്ലോ. ഇനി മിനറലോകോർട്ടിക്കോയിഡ്സ്, അതിനകത്ത് മെയിനായിട്ടുള്ള ഹോർമോണാണ് അൽഡാസ്റ്ററോൺ. അൽഡാസ്റ്ററോൺ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ സോഡിയം പൊട്ടാസ്യം ബാലൻസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് പ്രഷർ നോർമലായിട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ റെഗുലേറ്റ് ചെയ്യുന്നത് അൽഡാസ്റ്ററോൺ ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ആഡിസൺസ് ഡിസീസ്. Addison's diseaseന്റെ other name ആണ് adrenal insufficiency. It happens when adrenal glands don't produce enough cortisols, sometimes aldosterone. നമ്മുടെ adrenal glands ഇനഫ് ആയിട്ട് കോർട്ടിസോളിനെയും അൽഡാസ്റ്ററോണിനെയും പ്രൊഡ്യൂസ് ചെയ്യാത്ത സമയത്താണ് നമ്മൾ പേഷ്യന്റിനെ ആഡിസൺസ് ഡിസീസ് ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞു, നോർമലി ഒരാളുടെ ഹാർട്ട് റേറ്റ് കൂടും, ബ്ലഡ് പ്രഷർ കൂടും, ബ്ലഡ് ഷുഗർ കൂടും. അപ്പോൾ ഈ ആഡിസൺസ് ഡിസീസ് ഉള്ളവർ സ്ട്രെസ് വരുമ്പോൾ ഇതൊന്നും അവരുടെ ബോഡിയിൽ സംഭവിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ട്രെസ് ഒട്ടും പറ്റത്തില്ല, അവർക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഇവരുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മെയിൻലി ഇവരുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹാർട്ട് റേറ്റ് എന്ത് ചെയ്യും? കുറവായിരിക്കും. അപ്പോൾ ബ്ലഡ് പ്രഷർ കുറവായിരിക്കും. അപ്പം മെയിനായിട്ട് അവരുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഹൈപ്പോടെൻഷൻ. അപ്പോൾ പൊട്ടാസ്യം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഹൈപ്പോർകലീമിയ, കാര്യം അൽഡാസ്റ്ററോൺ കുറവാന്നാ പറഞ്ഞത്. അൽഡാസ്റ്ററോൺ ആണ് സോഡിയം പൊട്ടാസ്യം ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ അൽഡാസ്റ്ററോൺ ഇനഫായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അത് കാരണം പൊട്ടാസ്യം കൂടുതലായിരിക്കും. പൊട്ടാസ്യം കൂടുതലാകുമ്പോൾ സോഡിയം എന്ത് പറ്റും? കുറയും. ഓക്കെ, അപ്പോൾ ഹൈപ്പർകലീമിയ, ഹൈപ്പോനട്രീമിയ, ഭയങ്കരമായിട്ട് ഇവർ വീക്കായിരിക്കും. മസിൽ വീക്ക്നെസ്, എക്സ്ട്രീംലി ഫറ്റീഗ് ആയിരിക്കും അവർ. വെയിറ്റ് ലോസ് ഉണ്ടാകും. ഇവരുടെ മെയിൻ ഒരു ഫീച്ചറാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ടാൻഡ് ആവത്തില്ലേ? അതുപോലെ ആയിരിക്കും അവരെ കാണുമ്പോൾ. എപ്പോഴും ടാൻഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കളർ ആയിരിക്കും. ഹൈപ്പർ പിഗ്മെന്റേഷൻ. അപ്പം മനസ്സിലായല്ലോ, ഷുഗർ കുറയും, ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പോടെൻഷൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, എക്സ്ട്രീംലി ഫറ്റീഗ്, മസിൽ വീക്ക്നെസ്, ഹൈപ്പർകലീമിയ, ഹൈപ്പോനട്രീമിയ. ഇതൊക്കെയാണ് അവരുടെ സൈൻസ് ആൻഡ് സിംറ്റംസ്. ഇനി ഇവരുടെ മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. യൂഷ്വലി ദേ റിക്വയർ ലൈഫ് ലോങ് സ്റ്റിറോയിഡ് തെറാപ്പി. അവർ ലൈഫ് ലോങ് ഇവർ സ്റ്റിറോയിഡ് തെറാപ്പി എടുത്തുകൊണ്ടിരിക്കണം. അവർക്കൊരിക്കലും നിർത്താൻ പറ്റത്തില്ല. ഇനി എന്താണ് ആഡിസോണിയൻ ക്രൈസിസ് എന്ന് നോക്കാം. ആഡിസോണിയൻ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ പേഷ്യന്റ് ആഡിസൺസ് ഡിസീസ് ഉള്ള ഒരു പേഷ്യന്റ് ഒരു സർജറിക്ക് പോവാ, അല്ലെങ്കിൽ പോട്ടെ ഒരു ഡെന്റൽ പ്രൊസീജിയറിന് പോവാ, അവർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും, നെർവസ് ആവും.
അപ്പം നെർവസ് ആവുമ്പോൾ പേടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവർക്ക് ഇനഫായിട്ട് കോർട്ടിസോൾ ഇല്ല. അപ്പം അവരുടെ ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യും? താഴോട്ട് പോവും, ഹൈപ്പോടെൻസീവ് ആയി പോവും. അതുപോലെ തന്നെ അവരുടെ ഷുഗർ എന്ത് ചെയ്യും? ഹൈപ്പോഗ്ലൈസീമിക് ആയി പോവും, താഴോട്ട് പോവും. ഇവരുടെ പൊട്ടാസ്യം ലെവല് ഒരുപാട് എലവേറ്റഡ് ആവും, ഹൈപ്പർ കലീമിയ ആവും. അങ്ങനെ അവർ ഷോക്കിലേക്ക് പോയിട്ട് മരിച്ചു വരെ പോകാം. ഈ ആഡിസൺസ് ഡിസീസ് ഉള്ളവർ എപ്പോഴും ഒരു മെഡിക്കൽ ബ്രേസ്ലെറ്റ് കയ്യിൽ കെട്ടണം. ഇത് വളരെ വളരെ റെയർ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. മേ ബി ഐ വുഡ് സേ 1 in 100,000 പീപ്പിൾ. അത്ര വളരെ റെയർ ആയിട്ടുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഓക്കെ, അതാണ് ഒരു ക്വിക്ക് ഓവർവ്യൂ ഓഫ് ആഡിസൺസ് ഡിസീസ്. I hope to see you all in our live class, and please check the description on this video for information about our live classes. Thank you for watching. Bye-bye.